ആവശ്യമില്ലാത്ത ദുഷ്പ്രചരണങ്ങൾ ചെയ്യരുത്. നമ്മൾ ആ പരിപാടി ഇത്രയും മനോഹരമായി ഇത്രയധികം വണ്ടികൾ സർക്കാർ വാങ്ങി. ഇത് ഒരു ഡിപ്പാർട്ട്മെന്റ് പുറത്തിറങ്ങുമ്പോൾ ആ ഡിപ്പാർട്ട്മെന്റിന് ഉണ്ടാകുന്ന അഭിമാനം മാധ്യമങ്ങളിലൂടെ ഇത് ജനങ്ങൾ കാണുമ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പുതിയ കാൽവയ്പിനെ അഭിനന്ദിക്കും. അല്ല, കനകക്കുന്നിന്റെ താഴെ മരത്തിന്റെ മൂട്ടിൽ ഓടിച്ചിട്ടിട്ട് എയർ കണ്ടീഷൻ ഇട്ട് 2 ഉദ്യോഗസ്ഥന്മാർ അതിനകത്ത് കയറിയിരുന്നാൽ എന്ത് ഗുണമാണ് കിട്ടുന്നത്? അത് തെറ്റാണ്. അങ്ങനെ ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇൻഎഫിഷ്യൻസി കണ്ടാൽ പറയുക തന്നെ ചെയ്യണം. നിങ്ങളിപ്പോ ചിന്തിക്കും, കഴിഞ്ഞ ആഴ്ച ഇയാൾ പിണങ്ങിപ്പോയ പരിപാടി അഴിമതി വളരെയൊന്നും കുറയ്ക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും ചില ആളുകൾ, നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല, ചില ആളുകൾ അങ്ങനെ ആയി പോവുകയാണ്. അതുപോലെ അന്ന് പറഞ്ഞ ആ കാര്യം എത്രത്തോളം ശരിയായിരുന്നു എന്നുള്ളത് ഇന്നത്തെ ഈ പരിപാടി കാണുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. നമസ്കാരം. കഴിഞ്ഞ മാസം 29-ന് നടക്കേണ്ടിയിരുന്ന മോട്ടോർ വകുപ്പിന് വേണ്ടിയുള്ള 52 വാഹനങ്ങൾ ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന ഉദ്ഘാടനം ഇന്ന് KV ഗണേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നടന്നിരിക്കുകയാണ്. അന്ന് പരിപാടി മാറ്റിവെക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അന്ന് വാഹനങ്ങൾ നൽകുന്ന മോട്ടോർ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ അഭാവം തന്നെയായിരുന്നു. ആരും തന്നെ ഉദ്യോഗസ്ഥർ എത്താത്തത് കൊണ്ട് തന്നെ പരിപാടി ഇപ്പോൾ നടത്തേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് കലിപ്പിൽ അല്ലെങ്കിൽ ദേഷ്യത്തിലായിരുന്നു ഗതാഗത വകുപ്പ് മന്ത്രി KV ഗണേഷ് കുമാർ അന്ന് പരിപാടി നടത്താതിരുന്നത്. പക്ഷേ ഇന്ന് അദ്ദേഹത്തിന്റെ ആ ഒരു നിർണായകമായ തീരുമാനം വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പരിപാടിയിലേക്കാണ് നയിച്ചിരിക്കുന്നത്. മോട്ടോർ വകുപ്പിലെ ഓരോ ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ ഇന്ന് 52 വാഹനങ്ങൾ ഫ്ളാഗ് ഓഫ് ചെയ്തിരിക്കുകയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ട്, അതായത് നിലവിലത്തെ സാഹചര്യത്തിൽ മോട്ടോർ വകുപ്പിന് നൽകിയിരിക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങൾ കേരളത്തിന്റെ കാലാവസ്ഥ അനുകൂലമല്ലാത്തത് കൊണ്ട് തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, പ്രായോഗികമല്ല എന്ന് വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 52 വാഹനങ്ങൾ മോട്ടോർ വാഹനങ്ങൾ തന്നെ ഇറക്കാൻ തീരുമാനമായത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതേസമയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് ഉദ്ഘാടനം മാറ്റിവെക്കാനുണ്ടായിട്ടുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു മറുപടി പ്രസംഗം കൂടെ നടത്തുകയാണ്. താൻ എടുത്ത തീരുമാനത്തിൽ യാതൊരു തെറ്റുമില്ല, വിമർശകർ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ നൽകുന്ന വാർത്തകൾ അത് ശരിയാകണമെന്നില്ല എന്ന തരത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. വാഹന വകുപ്പിന് വേണ്ടി റോഡ് സേഫ്റ്റി ഫണ്ട് ഉപയോഗിച്ച് 52 വാഹനങ്ങൾ വാങ്ങി. ഈ വാഹനങ്ങൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ മുൻപ് വാങ്ങിയ 20-ലധികം വാഹനങ്ങൾ കൂടി ഈ വർഷം ആദ്യം വാങ്ങിയതും കൂടി ചേർത്താൽ കേരളത്തിലെ എല്ലാ ഓഫീസുകളുടെയും പ്രവർത്തനങ്ങൾക്ക് വേഗത പകരും തരത്തിൽ ആവശ്യമുള്ള വാഹനങ്ങൾ എത്തിക്കാൻ കഴിയും. മുമ്പ് 140 ബാറ്ററി വണ്ടികൾ വാടകയ്ക്ക് എടുത്തിരുന്നു. അത് നമ്മുടെ ഖജനാവിന് വലിയ നഷ്ടമുണ്ടായിരുന്നു. ഞാൻ പല സത്യങ്ങളും പറയുമ്പോൾ ചിലർക്ക് ദേഷ്യം വരും, അതിൽ തകരാറില്ല. ഈ കിടക്കുന്ന ബാറ്ററി വാഹനം നമ്മൾ വാടകയ്ക്ക് എടുത്താൽ വലിയ വാടകയാണ് നമ്മളൊരു മാസം റോഡ് സേഫ്റ്റി അതോറിറ്റി എന്നാണ് കൊടുക്കുന്നത്. നമ്മുടെ രാജ്യത്ത് റോഡ് സേഫ്റ്റിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട പണം, ആ പണമാണ് ഇത്തരം കമ്പനികൾക്ക് വാടകയ്ക്ക് കൊടുക്കുന്നത്. ഡൽഹിയിലുള്ള ഒരു കമ്പനിയിൽ നിന്ന് വാടകയ്ക്ക് എടുത്തത് ഈ വണ്ടികൾ മിക്കവാറും വഴി നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് അത് ഓടിക്കുന്നത്. അവരോട് ചോദിക്കാം, മിക്കവാറും പോകുന്ന പോക്കിന് വണ്ടി അങ്ങ് നിൽക്കും, എറർ എന്ന് എഴുതി കാണിക്കും അവിടെ കിടക്കും. ഇതിൽ 50% വണ്ടികൾ ഇപ്പൊ ഷെഡിൽ കിടക്കുകയാണ്. അപ്പൊ എൻഫോഴ്സ്മെന്റ് ആവശ്യങ്ങൾക്ക് വാഹനങ്ങൾ തിരഞ്ഞു പോകണം. ഒരു വാഹനം നെടുമങ്ങാട് കിടക്കുകയാണ്, അത് തിരഞ്ഞു പോകണമെങ്കിൽ ഈ കാറിൽ പോകാൻ പ്രയാസമായി. കൊല്ലത്തേക്ക് അവിടെ ചെല്ലുമ്പോൾ ഈ വണ്ടി കൊല്ലത്തേക്ക് പോയി എന്നറിയും. അപ്പൊ ഈ വണ്ടി പിന്നെ ചാർജ് ചെയ്യണമെങ്കിൽ എവിടെയെങ്കിലും കുത്തിയിട്ട് ചാർജ് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ അവർക്ക് കൊല്ലത്തെത്താൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഇലക്ട്രിക് വാഹനങ്ങൾ ഏത് പരിഷ്കാരത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഭൂമിശാസ്ത്രത്തിന് ചേർന്നതല്ല. കേരളത്തിന്റെ ഭൂമിശാസ്ത്രം ഉയർന്നു താഴ്ന്നു കിടക്കുന്ന മലയോര പ്രദേശങ്ങളെ ഉൾപ്പെടുന്നതാണ്. അവിടെ ഇത് പ്രായോഗികമല്ല എന്ന് ഉദ്യോഗസ്ഥന്മാർ തന്നെ റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇത് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. ഖജനാവിൽ നിന്ന് വാഹനങ്ങൾ വാങ്ങാൻ പണം ഉപയോഗിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് റോഡ് സേഫ്റ്റി അതോറിറ്റിയിൽ നിന്നും ഈ വാഹനങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചത്. റോഡ് സേഫ്റ്റി അതോറിറ്റി യോഗത്തിൽ തീരുമാനമെടുത്തതിന് ശേഷം ഇനി വാഹനങ്ങൾ വരാൻ പോകുന്നത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർക്കായി ശ്രമിക്കുന്ന ബൈക്കാണ്. അതും മോട്ടോർ വെഹിക്കിൾ റോഡ് സേഫ്റ്റി അതോറിറ്റി ഫണ്ടിൽ നിന്നാണ് വാങ്ങാൻ പോകുന്നത്. എത്ര ബൈക്കാണ്? മൊത്തം 100 ബൈക്കുകൾ വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ ബൈക്കുകൾ വരുന്നതോടുകൂടി അത്യാവശ്യം ഓഫീസിലെ കാര്യങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ എല്ലാവരും കൂടി ഒരു വണ്ടി 4 വീലുള്ള വണ്ടി എടുത്ത് ഡീസൽ കളഞ്ഞു പോകേണ്ട കുറച്ച് ലാഭമുണ്ട്. പെട്ടെന്ന് ഒരാൾക്ക് പോകണമെങ്കിൽ പോയി എൻഫോഴ്സ്മെന്റ് നടത്താം. അതിൽ ക്യാമറ ഉണ്ടാകും, എല്ലാ സംവിധാനങ്ങളും ഉണ്ടാകും. ഇതിനകത്ത് ഈ പുതിയ ക്യാമറകൾ വരാൻ പോകുകയാണ്. ആ ക്യാമറകളെ സംബന്ധിച്ച് എല്ലാ ഒഫൻസും റെക്കോർഡ് ചെയ്യും. ആ റെക്കോർഡ് ചെയ്തതിനു ശേഷം അത് നടപടിക്ക് പോവുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ പോവുകയാണ്. വാഹനത്തിന് പുറത്ത് മാത്രമല്ല അകത്തും ക്യാമറ വരും, പുറകിലും ക്യാമറ വരും. പുറകിൽ ഒരു ഡിസ്പ്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് ഹൈവേയിലൂടെ പോകുമ്പോൾ ഒരു വാഹനത്തിൽ ഓടിക്കുന്ന ആൾ തെറ്റായി ഡ്രൈവ് ചെയ്യുന്ന കണ്ടാൽ അതിനെ ചേസ് ചെയ്ത് പിടിച്ച് പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. ആ വണ്ടിയുടെ മുന്നിൽ കയറിയിട്ട് ഇതിന് ഡിസ്പ്ലേയിൽ കാണിക്കും
അപ്പം ഹരിയാന രജിസ്ട്രേഷൻ വണ്ടിയിലാണെങ്കിൽ ഹിന്ദിയിൽ എഴുതി കാണിക്കും, ഇംഗ്ലീഷിൽ നിങ്ങൾ ലൈൻ ട്രാഫിക് തെറ്റിച്ചിരിക്കുകയാണ്, നിങ്ങൾക്ക് 500 രൂപ ഫൈൻ അടിച്ചിരിക്കുന്നു എന്ന് എഴുതി കാണിച്ചിട്ട് അങ്ങ് മാറും. അല്ലെങ്കിൽ ഈ തൃശ്ശൂർ തെറ്റിക്കുന്ന ആള് കാശ്മീർ വരെയും തെറ്റിക്കും. ഇതേ തെറ്റായ ട്രാഫിക്കില് സ്വീകരിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ നാട്ടിലെ ലൈസൻസ് കൊടുപ്പ് സ്ട്രിക്റ്റായി, ഇന്ത്യയിൽ ഏറ്റവും കർശനമായി ലൈസൻസ് കൊടുക്കുന്നത് കേരളത്തിലാണ്. ഒരു ടെസ്റ്റിൽ പങ്കെടുക്കുന്നതിൽ 48% 50% ആളുടെ ജയിക്കുന്നുണ്ട്. അതിന്റെ ഗുണം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കേരളത്തിൽ ലൈസൻസ് സ്ട്രിക്റ്റ് ആവുകയും മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നവരുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്ത് അത് സസ്പെൻഡ് ചെയ്തുകൊണ്ട് IDPR ഇടപ്പാളിലുള്ള IDPRലേക്ക് ട്രെയിനിങ്ങിന് അയച്ചുകൊണ്ടും അവരെ അവിടെ പോയി പഠിച്ചു വരുമ്പോൾ നല്ല നിലയിൽ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി ഒരു ഡ്രൈവിംഗ് കൾച്ചറിൽ ഒരു മാറ്റം ഉണ്ടായതിന്റെ പ്രതിഫലനം എന്ന് പറയുന്നത് മുൻ വർഷത്തെക്കാൾ, കാരണം ഇത് തന്നെയാണ്, അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല, പക്ഷെ മുൻ വർഷത്തെക്കാൾ 297 മരണം ഈ വർഷം കുറവാണ് എന്ന അഭിമാനം മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാകണം. കാരണം കേരളത്തിലെ അപകടങ്ങളിൽ മരിക്കുന്നവരുടെ എണ്ണത്തിൽ 297 നമ്പറിൽ കുറവ് കാണുന്നത്. വലിയ ചെറിയ കാര്യമല്ല. 297 ജീവൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ എത്ര കുടുംബം രക്ഷപ്പെട്ടു നോക്കിയാൽ. അപ്പൊ മോട്ടോർ വാഹന വകുപ്പിന്റെ നിലപാട് ശക്തവും വ്യക്തവുമാണ് എന്ന് വളരെ ഉറപ്പുണ്ട്. ഇത് പറയുമ്പോൾ ആദ്യം എന്നെ ചീത്ത പറയും, എനിക്ക് അതിനൊന്നും ഒരു വിഷമമില്ല. തിരുവനന്തപുരത്തോടുള്ള ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടമാണെന്ന് പറഞ്ഞാലായിരുന്നു ആദ്യത്തെ വിവാദം. നഷ്ടമായിരുന്നു. ഒരു ഇലക്ട്രിക് ബസ്സിന് ഒരു ദിവസം ശരാശരി കിട്ടിയിരുന്ന വെറും 2500 രൂപയാണ്. ഇന്ന് അത് 9,000 രൂപ മുതൽ 15,000 രൂപ വർദ്ധിപ്പിക്കാൻ KSRTC കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ KSRTC ജീവനക്കാർ ഉദ്യോഗസ്ഥരോട് ചോദിച്ചു നോക്കൂ, അവരിവിടെ ഓടിക്കുന്നല്ലേ. 2,500, 1 കോടി രൂപ ഒരു വണ്ടിക്ക് കൊടുത്ത വണ്ടിക്ക് 2,500 രൂപ വരെയാണ് മാക്സിമം കിട്ടിയിരുന്നത് ശരാശരി. ഇന്ന് അത് KSRTC ജീവനക്കാരും ഉദ്യോഗസ്ഥരും അതിനെ മാറ്റി ഓടിച്ച് അതിന്റെ റൂട്ടുകൾ മാറ്റി ഷെഡ്യൂളുകൾ മാറ്റി ലാഭകരമാക്കി കൊണ്ടുവരാനുള്ള അവരുടെ ശ്രമത്തിന്റെ ഭാഗമായി ഒരു വണ്ടി 9,000 രൂപ മുതൽ 15,000 രൂപ ശരാശരി മാറി 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 വരുമാനം വന്നിട്ടുണ്ട്. ആലോചിച്ച് നോക്ക്, ചെറിയ കാര്യമാണോ ആ വ്യത്യാസം? 2,500 9,000 15,000 പോകുന്നു. ഉദാഹരണം പറയാം, ഇവിടുന്ന് വണ്ടി പോയിട്ട് ബേഡി വളരെ ദൂരെയാണ്, ബേഡി റെയിൽവേ സ്റ്റേഷൻ വളരെ ദൂരെയാണ്. ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കാണാൻ എല്ലാവരും ശ്രമിക്കണം. KSRTCയുടെ വണ്ടി ഇലക്ട്രിക് ബസ് ബേഡിയിൽ പോയി കിടക്കുകയാണ്. രാവിലെ 7:30 9:30 ബസ് വരും. ഡ്രൈവർ കൊടുത്തേക്കുന്ന ഷെഡ്യൂൾ 9:30 മണി. ഈ ട്രെയിൻ വരുന്ന 9:30 10 മിനിറ്റ് താമസിച്ചാലും നമ്മുടെ KSRTC ഡ്രൈവർ ഈ വണ്ടി കാലിയായിട്ട് എടുത്തുകൊണ്ടെന്ന് പോകും. കാരണം എടുത്തുകൊണ്ട് പോയില്ലെങ്കിൽ അയാളുടെ പേര് നടപടി വരും. കാരണം 9:30 ഷെഡ്യൂൾ തെറ്റിച്ചാൽ നടപടി. ഞാനത് അവസാനിപ്പിച്ചു. ട്രെയിൻ എപ്പോൾ വരുന്നോ അത് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞ് വണ്ടി എടുക്കാൻ പാടുള്ളൂ. ട്രെയിനിൽ ഇറങ്ങുന്നവർ പ്ലാറ്റ്ഫോമിൽ പുറത്തു വന്ന് വണ്ടി കയറണം. ആ വണ്ടിയുടെ ഒരു ഏണിങ്സ് പെർ കിലോമീറ്റർ, 1 കിലോമീറ്റർ ഓടുമ്പോൾ ആ വണ്ടിക്ക് കിട്ടുന്ന വരുമാനം 94 രൂപയാണ്. സാധാരണ 54 നമ്മുടെ ആവറേജ്, ഏറ്റവും വലിയ ആവറേജ്. 94 മുതൽ 100 രൂപ വരെയാണ് ആ വണ്ടിയുടെ ഏണിങ്സ് പെർ കിലോമീറ്റർ. അത് സെക്രട്ടേറിയറ്റ് മുമ്പിലേക്കാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഏതാണ്ട് എല്ലാ ട്രെയിനുകൾക്കും ഇത്തരത്തിൽ വേളിയിൽ നിന്നും ധാരാളം ട്രെയിനുകൾ വേളിയിലാണ് വരുന്നത്. ആ വേളിയിൽ നിന്ന് വരുന്ന ആള് യാത്രക്കാർക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വരാൻ വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായി ഈ വണ്ടി ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ എല്ലാം ഇപ്പോൾ വാഹൻ സൈറ്റിലൂടെയാണ് ചെയ്യുന്നത്. അഴിമതി വളരെയധികം കുറയ്ക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും ചില ആളുകൾ, നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, ചില ആളുകൾ അങ്ങനെയായി പോവുകയാണ്. എനിക്ക് ആ മന്ത്രി എന്ന നിലയിൽ എന്റെ ഏറ്റവും വലിയ ഭാഗ്യവകാശ എന്റെ കൂടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥർ, അവിടെ നമ്മൾ പറഞ്ഞു 3 ചെറുപ്പക്കാരാണ് ഈ വേദിയിലിരിക്കുന്നത്. സ്പെഷ്യൽ സെക്രട്ടറി ചെറുപ്പക്കാരനും പത്തനംതിട്ടയിൽ കളക്ടറായിരിക്കുമ്പോൾ വെള്ളപ്പൊക്ക ദുരിതങ്ങളെല്ലാം നേരിടാൻ കരുത്ത് കാണിച്ച PB നോക്കൂ ഏറ്റവും സമർത്ഥനായ ഉദ്യോഗസ്ഥനാണ്. നാഗരാജ് ജഗിലം ഏറ്റവും കേരള പോലീസിലെ ഏറ്റവും സത്യസന്ധനായ എഫിഷ്യന്റ് ഓഫീസറാണ്, ചെറുപ്പക്കാരനാണ്. പ്രമോദ് ശങ്കർ 42 വയസ്സുള്ള കേരളത്തിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ KSRTCയുടെ CMD ആയി വന്ന പ്രമോദ് ശങ്കർ. ഇവിടെ ഷീലയെ പറ്റി പറഞ്ഞു. ഇവരെല്ലാം ഷീലയൊക്കെ 24 ജോലി ചെയ്യുന്ന സ്വാഗത പ്രസംഗത്തിൽ നാഗരാജ് പറഞ്ഞു. ഒരു സ്ത്രീ എന്ന നിലയിൽ അവരുടെ കഴിവ്, അവരുടെ ഒരു മനോഭാവവും അഭിനന്ദനം അർഹിക്കുന്നതാണ്. ഇത്തരം ആളുകൾ KSRTCയിലെ മറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാർ, KSRTCയിലെ ജീവനക്കാർ, ഇവര് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ ഇൻഎഫിഷ്യൻസി കണ്ടാൽ പറയുക തന്നെ ചെയ്യണം. നിങ്ങളിപ്പോൾ ചിന്തിക്കും, കഴിഞ്ഞ ആഴ്ച ഇയാൾ പിണങ്ങിപ്പോയ പരിപാടി. ഞാൻ ഇന്ന് പ്രിയപ്പെട്ട പ്രശാന്തിനോട് പറഞ്ഞു, പ്രശാന്ത് പ്രസംഗിക്കാൻ എഴുതുമ്പോൾ ഞാൻ പറഞ്ഞു, പ്രശാന്തെ പറയാനുള്ള എല്ലാം പറഞ്ഞു. എന്താണെന്നറിയാമോ, കഴിഞ്ഞ ദിവസം ശുഷ്കമായ സദസ് കണ്ട് അദ്ദേഹം 2 വാക്കിൽ പ്രസംഗം നിർത്തിയാളാണ് ഈ പരിപാടിയിൽ. പിന്നെ പ്രശാന്ത് അതും പറഞ്ഞു തരാം, എല്ലാം പറഞ്ഞു തരാം, എല്ലാ സംശയങ്ങളും ഇപ്പൊ തീർത്തരാം. ആവശ്യമില്ലാത്ത ദുഷ്പ്രചരണങ്ങൾ ചെയ്യരുത്. നമ്മൾ ആ പരിപാടി ഇത്രയും മനോഹരമായി ഇത്രയധികം വണ്ടികൾ സർക്കാർ വാങ്ങി. ഇത് ഒരു ഡിപ്പാർട്ട്മെന്റ് പുറത്തിറങ്ങുമ്പോൾ ആ ഡിപ്പാർട്ട്മെന്റിന് ഉണ്ടാകുന്ന അഭിമാനം മാധ്യമങ്ങളിൽ ഒരു ഇത് ജനങ്ങൾ കാണുമ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പുതിയ കാൽവയ്പിനെ
അഭിനയിക്കും. അല്ല, കനകക്കുന്നിന്റെ താഴെ മരത്തിന്റെ മൂട്ടിൽ ഒളിച്ചിട്ടിട്ട് എയർ കണ്ടീഷൻ ഇട്ട് 2 ഉദ്യോഗസ്ഥന്മാർ അതിനകത്ത് കയറിയിരുന്നാൽ എന്ത് ഗുണമാണ് കിട്ടുന്നത്? അത് തെറ്റാണ്. അങ്ങനെ ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. വണ്ടികൾ ഇതുപോലെ നിരത്തിയിട്ട് എല്ലാവർക്കും കാണണം, ജനങ്ങൾ കാണണം, മാധ്യമങ്ങൾ കാണണം, സോഷ്യൽ മീഡിയ കാണണം, റീൽ എടുക്കുന്നവർ കാണണം, യൂട്യൂബേഴ്സ് കാണണം. അതുവഴി കേരളത്തിലെ ജനങ്ങളും ലോകത്തുള്ള മലയാളികളും കാണണം കേരളത്തിലെ സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ. 914 ഈ പോസ്റ്റ് മെഷീനുകൾ വന്നിട്ടുണ്ട്. ഫെഡറൽ ബാങ്ക് സ്പോൺസർ ചെയ്താണ്. ഇതെടുത്ത് അലമാരി വെച്ചേച്ച് ഒരെണ്ണം മാത്രം വെളിയിൽ കാണിച്ചാൽ ആരറിയും? ഇതെന്തിനാണ്? ഇത് കേരളം മുഴുവനുള്ള ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ കൊടുക്കാനും അവർ കയ്യിൽ വെച്ചുകൊണ്ട് ആ ഫൈനുകൾ അടിക്കുന്നത് പെട്ടെന്ന് തന്നെ കൊടുക്കാനും വേണ്ടിയിട്ടുള്ള, അവർക്ക് ബില്ലടിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഫൈൻ അടിച്ച് കൈ കൊടുക്കാനുള്ള സാധനമാണ്. ഇത് കോടിക്കണക്കിന് കേരളത്തിന്റെ സർക്കാർ ഖജനാവിലേക്ക് വരുമാനം വരാനുള്ള സാധനമാണ് ഇരിക്കുന്നത്. ഇതെടുത്ത് പെട്ടിക്കകത്ത് ചൊളിച്ച് വെച്ചിട്ട് ഒരു ഉദ്യോഗസ്ഥൻ ഒരു ട്രേക്കകത്ത് ഒരെണ്ണം കൊണ്ടുവച്ചാൽ വഴക്ക് പറയും. ആ ചോദിക്കേണ്ട മന്ത്രിയല്ലേ? മോട്ടോർ വാഹന വകുപ്പിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വളരെയധികം ഗതിവേഗം നൽകുന്ന ഒരു പ്രവർത്തന പരിപാടിയാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. നേരത്തെ കനകക്കുന്നിൽ നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചിരുന്നു. അന്ന് വേണ്ട രീതിയിൽ അത് സംഘടിപ്പിച്ചില്ല എന്നുള്ളൊരു പരാതി മിനിസ്റ്റർ ഉന്നയിക്കുകയുണ്ടായി. അദ്ദേഹം അന്ന് പറഞ്ഞ ആ കാര്യം എത്രത്തോളം ശരിയായിരുന്നു എന്നുള്ളത് ഇന്നത്തെ ഈ പരിപാടി കാണുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. കാരണം നമ്മളെ സംബന്ധിച്ച് കേരള സംസ്ഥാനത്തിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ ഏറ്റവും ശക്തമായി പ്രവർത്തിക്കാൻ കഴിയാവുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്. അത് ശരിയാവണ്ണം പോകണം എന്നുള്ള മിനിസ്റ്ററുടെ വളരെ പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് അത് ഈ സംസ്ഥാനത്തെ വളരെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകും എന്ന് പറയാൻ വേണ്ടി കൂടി ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. ആ നിലയിൽ അദ്ദേഹം ഇടപെട്ടുകൊണ്ട് ഇന്ന് വലിയ മാറ്റങ്ങൾ KSRTCയിൽ കൊണ്ടുവരികയാണ്. ഓരോ ദിവസവും KSRTCയിൽ നടന്നു വരുന്ന പ്രവർത്തനങ്ങൾ, പുതിയ പദ്ധതികൾ എന്തൊക്കെയെന്ന് എല്ലാവരും ആകാംക്ഷയോടുകൂടി നോക്കുകയാണ്. നഷ്ടത്തിൽ എന്നിങ്ങനെ നിരന്തര വർത്തമാനം കേട്ട് ഇതെങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ചിന്ത മാത്രം ഉണ്ടായിരുന്നവർക്ക് മാറിയിരിക്കുകയാണ്. നഷ്ടത്തിലായിരുന്ന KSRTCയും കരകയറ്റാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷയിലേക്ക് ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ ഇന്ന് ഗതാഗത വകുപ്പും KSRTCയും ഒക്കെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ചെറിയ കാര്യമൊന്നുമല്ലല്ലോ. അതിന്റെ വരുമാനം വർദ്ധിക്കുന്നു, പുതിയ ബസ്സുകൾ വരുന്നു, ആധുനികമായിട്ടുള്ള സൗകര്യങ്ങൾ വരുന്നു. ഇത്തരം നിരവധി പ്രവർത്തനങ്ങൾ അദ്ദേഹം നേതൃത്വം കൊടുത്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഉദ്യോഗസ്ഥന്മാരും മറ്റെല്ലാ സംവിധാനവും അതിനൊപ്പം നിന്നാൽ കൂടുതൽ തിളക്കത്തോടു കൂടി ഈ ഡിപ്പാർട്ട്മെന്റിന് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും എന്ന് തെളിയിക്കുക കൂടിയാണ് ഈ പരിപാടി എന്ന് ഒരിക്കൽ കൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. വളരെ ദീർഘമായ ഒരു ഭാഷത്തിലേക്ക് ഞാൻ പോകുന്നില്ല. നമ്മളെ സംബന്ധിച്ച് പേർക്കട KSRTC ഡിപ്പോയിലാണ് ഇന്ന് ഈ പരിപാടി ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മുടെ തിരുവനന്തപുരം നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷൻ കൂടിയാണ് പേർക്കട. ആ പേർക്കടയുടെ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നു വരുന്ന ഒരു ഘട്ടം കൂടിയാണ്. പേർക്കട ഫ്ലൈ ഓവർ യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോവുകയാണ്. അതിന്റെ സ്ഥലമെടുക്കൽ ഒക്കെ പൂർത്തീകരിച്ച് അതിന്റെ മറ്റു നടപടികളിലേക്ക് വരികയാണ്. നമ്മുടെ മണ്ഡലത്തിലെ ഏതാണ്ട് ഒട്ടുമുക്കാൽ റോഡുകളും 85% റോഡുകളും BMPC ആയി. ഇനി 20% റോഡുകൾ കൂടിയേ BMPC ചെയ്യാൻ ഉള്ളൂ. അപ്പൊ 2026 മാർച്ചോടുകൂടി അതും കൂടി ആകുന്നതോടുകൂടി വട്ടിയൂർക്കാവ് നിയമസഭാ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ PWD റോഡുകളും BMPC നിലവാരത്തിൽ നവീകരിക്കപ്പെടുകയാണ്. അത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് വളരെ കുറവാണ്. നേരത്തെ പറഞ്ഞതുപോലെ ആക്സിഡന്റ് കുറയും, വണ്ടിക്ക് നല്ലതാണ്, മറ്റു പല ഗുണങ്ങളും അതിന്റെ ഭാഗമായിട്ട് വരികയാണ്. അപ്പൊ ആ നിലയിൽ വലിയ സൗകര്യം ഈ ഗവൺമെന്റ് കാലത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. കഴിഞ്ഞ ദിവസമാണ് നിയമസഭ അവസാനിച്ചത്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, കേരള നിയമസഭയിൽ ജനങ്ങൾക്ക് പ്രയോജനകരമായിട്ടുള്ള നിരവധി നിയമനിർമ്മാണങ്ങളടക്കം പാസ്സാകുന്ന ഒരു മുഹൂർത്തത്തിലൂടെയാണ് കടന്നുപോയത്. നമുക്കറിയാം, കിടപ്പാട സംരക്ഷണ നിയമം, മലയാള ഭാഷ ബില്ല് ഉൾപ്പെടെയുള്ള നിരവധി നിയമനിർമ്മാണങ്ങൾ കേരള നിയമസഭ പാസ്സാക്കിയിരിക്കുകയാണ്. അപ്പൊ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ സമയം നിയമനിർമ്മാണത്തിന് വേണ്ടി ചെലവിടുന്ന ഒരു സംവിധാനമാണ് കേരള നിയമസഭ. ആ നിയമസഭയുടെ വിവിധ നിയമനിർമ്മാണങ്ങൾ, ഭരണ നടപടികൾ ഇവയൊക്കെ തന്നെ ജനങ്ങൾക്ക് വളരെയധികം ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുകയാണ്. ഏതാണ്ട് 4 ലക്ഷത്തിലധികം ആളുകൾക്ക് വീട് കൊടുക്കാനും 64 ലക്ഷത്തിലധികം ആളുകൾക്ക് പെൻഷൻ കൊടുക്കാനും മറ്റ് നിരവധിയായിട്ടുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കാനും ഒക്കെ വളരെ കൃത്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഈ ഗവൺമെന്റ് ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. എന്ന് മാത്രമല്ല, പശ്ചാത്തല സൗകര്യ രംഗത്ത് ഞാൻ നേരത്തെ വട്ടിയൂർക്കാവിന്റെ കാര്യം പറഞ്ഞതുപോലെ കേരളത്തിലെ 140 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും ഇതുപോലുള്ള ക്ഷേമ പരിപാടികളും പശ്ചാത്തല സൗകര്യ വികസനങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ കാണണം. മുടങ്ങിക്കിടന്ന നാഷണൽ ഹൈവേ വികസനം അടക്കം, പവർ ഗ്രിഡ് അടക്കം, ഗെയിൽ പൈപ്പ് ലൈൻ അടക്കമുള്ള നിരവധി കാര്യങ്ങൾ ഈ കാലയളവിൽ നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അതൊന്നും വിശദമായി ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നില്ല, പ്രതികൂല കാലാവസ്ഥ കൂടിയാണ്. എന്തായാലും മോട്ടോർ വാഹന വകുപ്പിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പുരോഗതിയും മാറ്റവുമാണ് ഉണ്ടാകുന്നത്. അതിന്
ഏറ്റവും ചടുലമായ നേതൃത്വം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ നിർവഹിക്കുന്നുണ്ട്. അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാണ് എന്നൊരിക്കൽ കൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട്